തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ. പത്മകുമാറിന് സിപിഎമ്മിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് യുഡിഎഫിന്റെ ഏകദിന ഉപവാസത്തിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. നമ്മളും ഏതായാലും ഒരു സംഘർഷത്തിലേക്കൊന്നും പോകണ്ട. കാരണം ഇന്ത്യ ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും തന്നെ ഇഷ്ടംപോലെ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സംഘർഷം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഉപവാസം നടത്തുന്നത്. ഇതൊരു ദൗർബല്യമായിട്ട് കാണണ്ട. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രി അങ്ങേക്ക് അധിക കാലം പോകേണ്ടി വരില്ല. അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞാലോ ഊരി പിടിച്ച വാളെന്നൊക്കെ, ഒരു ഊരി പിടിച്ച വാളുമില്ല. അപ്പൊ ചുറ്റും പോലീസിനെ നിർത്തിയിട്ടാ പോകും. കെ കരുണാകരന്റെ കാലത്ത് ഇവിടെ എസ്കോർട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആള് ഇപ്പൊ വരുമ്പോ തന്നെ കാണാം വാണിംഗ് പൈലറ്റ്, അതിന്റെ കൂടെ 2 പൈലറ്റ് വേറെ, 4 എസ്കോർട്ട്, അതിന് അവസാനം ഒരു ആംബുലൻസ് വാനും. ഇത്രയാണ് മുഖ്യമന്ത്രിയുടെ കോൺവോയ്. ചുറ്റും വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകളെ ചുറ്റും നിർത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാര്. അതിനു പുറമെ യോഗം കേൾക്കാൻ വരുന്നവർക്ക് ഒരു മണപ്പിക്കുന്ന പോലീസ് നായ. അതിനു മുമ്പ് ചുരുക്കം പറഞ്ഞ പ്രധാനമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ മുഖ്യമന്ത്രിയാണോ വരുന്നതെന്ന് പോലും സംശയമാണ്. എന്നിട്ടാണ് പറയുന്നത് ഇത് ഇരട്ട ചങ്കനാണ്. ഒരു ചങ്ക് പോയിട്ട് ഓട്ട ചങ്ക് പോലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു പൂച്ചയെ കൊണ്ടിരുത്തിയാൽ 4 എലികളെങ്കിലും പിടിക്കുമായിരുന്നു. ആ ഉപകാരം പോലും ഈ മാന്യനെ കൊണ്ടില്ല. അതുകൊണ്ട് ഏതായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ എണ്ണി നിങ്ങളോട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ നിങ്ങളോട് പകരം ചോദിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉപവാസം. കെ മുരളീധരനാണ് അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രിക്കുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ വിമർശനവുമായി കെ മുരളീധരൻ സംസാരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എണ്ണി മറുപടി പറയും. യുഡിഎഫിന് വലിയ വിജയമുണ്ടാകും എന്നാണ് മുരളീധരൻ പറഞ്ഞ് നിർത്തിയത്. യുഡിഎഫിന്റെ ഏകദിന ഉപവാസ വേദിയിലായിരുന്നു മുരളീധരന്റെ പ്രസംഗം. മുരളീധരന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാണ് മുരളീധരൻ പൊതുവേദിയിൽ പറഞ്ഞത്. വിവരങ്ങളുമായി കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, പ്രസംഗത്തിൽ അതിന്റെ ഒരു ഹരം പിടിച്ചു പറഞ്ഞു പോയതാണോ അതോ ഗൗരവത്തോടെ മുരളീധരൻ പറഞ്ഞതാണോ? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇത്തരം വാർത്തകളൊക്കെ പ്രചരിക്കുന്നു. അത് പത്മകുമാർ തന്നെ നിഷേധിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെയില്ല, കാലാവധി പൂർത്തിയാക്കുമെന്നാണ് ഇന്നലെയും പത്മകുമാർ പറഞ്ഞത്. പക്ഷേ മുരളീധരൻ പറയുന്നത് പത്മകുമാർ വന്നാൽ, കോൺഗ്രസിലേക്ക് വന്നാൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകുമെന്നാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾക്കിടെയാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ ഒരു ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു സാഹചര്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ഭയന്ന് നിലവിലെ സാഹചര്യത്തിൽ തുടരുകയാണ്. അദ്ദേഹം രാജിവെക്കും എന്ന തരത്തിൽ പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഉടനെ രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടിയിൽ ഇനി അദ്ദേഹത്തിന് ഒരു ഭാവി ഉണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റ് ജനാധിപത്യ പാർട്ടികൾ നിരവധി ഇവിടെയുണ്ട്, അദ്ദേഹം വന്നാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗൗരവകരമായി തന്നെ അതിനെ വിലയിരുത്താം. കാരണം ഈ യുഡിഎഫിന്റെ ഏകദിന ഉപവാസത്തിന്റെ ഭാഗമായി ശബരിമല വിഷയത്തിലാണ് യുഡിഎഫ് ഉപവാസ സമരം നടത്തുന്നത്. കെ മുരളീധരൻ മനസ്സിലാക്കുന്ന ഒരു ക്ഷീണമുണ്ട്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ രാമൻ നായർ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോവുകയും അവിടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ യുഡിഎഫിന്റെ കോൺഗ്രസിന്റെ പ്രചരണ വിഭാഗം അധ്യക്ഷനാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരൻ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചാടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനാകുമോ, അല്ലെങ്കിൽ അത്തരമൊരു പരസ്യ ചർച്ചയ്ക്കാണോ തുടക്കം കുറിക്കുന്നത്? സാധ്യതകൾ തുറന്നിടുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ രാമൻ നായർ അടക്കം ബിജെപിയിലേക്ക് പോയ ഒരു ചരിത്രം മുന്നിലുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപി കൂടുതൽ ശക്തിപ്പെടുന്നു, അണികൾ കൂടുതൽ കൊഴിഞ്ഞു പോകുന്നത് ബിജെപിയിലാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനെ കൂട്ടി വായിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല വിഷയത്തിൽ ആദ്യം മുതൽ സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തെ പാർട്ടിയിൽ വലിയ തോതിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു.
തന്റെ കുടുംബത്തിൽ നിന്ന് ആരും പോകില്ല എന്നടക്കമുള്ള പരാമർശം മുതൽ ഏറ്റവും ഒടുവിൽ ചില നിലപാടുകളിൽ വരെ മുഖ്യമന്ത്രിക്ക് അടക്കം അദ്ദേഹത്തോട് നീരസം ഉണ്ട്. അക്കാര്യം എല്ലാവരും ചർച്ച ചെയ്തതുമാണ്. അത് ഏറെക്കുറെ പ്രകടവുമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു ആറന്മുളയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം ഒരു ചിന്തയുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന സൂചന തന്നെയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും പത്മകുമാർ ഇക്കാര്യം നിഷേധിച്ചതോടുകൂടി ഏറെക്കുറെ അപ്രസക്തമാണ്. പക്ഷെ എങ്കിൽ കൂടിയും സാധ്യതകൾ മുന്നിലുണ്ട് എന്ന് പത്മകുമാറിനോട് വരികൾക്കിടയിലൂടെയെങ്കിലും പറയാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. സർ, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ ഏകദിന ഉപവാസ വേദിയിലാണ് കെ മുരളീധരന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയൊരു പരാമർശമുണ്ടായത്. പത്മകുമാറിന് CPM-ൽ ഇനി അധികകാലം തുടരാനാവില്ല, CPM വിട്ടു പുറത്തു വന്നാൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നാണ് കെ മുരളീധരൻ സംസാരിച്ചത്. ഞങ്ങൾ പത്മകുമാറുമായി ബന്ധപ്പെട്ടിരുന്നു, പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. കെ മുരളീധരന്റെ ഇതുമായി ബന്ധപ്പെട്ട ആ പ്രസംഗത്തിലെ ഭാഗം ഒന്ന് കാണാം. ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനം ഇപ്പൊ തന്നെ ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ. ഇനി ഏതായാലും പാർട്ടിയിൽ ഇനി വേറൊന്നും നോക്കണ്ട. അദ്ദേഹത്തിന് ഈ ഭാവി രാഷ്ട്രീയമൊക്കെ ഒന്ന് ഇപ്പൊ ആലോചിക്കുന്നത് നല്ലതാണ്. ജനാധിപത്യ മതേതര സംവിധാനത്തിന്റെ കൂടെയൊക്കെ അദ്ദേഹം നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളൊക്കെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് കൂടെ പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കാം. ഒന്നുകിൽ പ്രസിഡന്റ് വർഗീയത കൊണ്ട് നേരിടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നവോത്ഥാന ചരിത്രത്തെ മുഖ്യമന്ത്രി വക്രീകരിക്കുകയാണ്. ഹിന്ദു സംഘടനകൾ മാത്രമാണ് നവോത്ഥാനത്തിന്റെ ഭാഗമെന്നത് സർക്കാരിന്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു. മതഫാസിസവും രാഷ്ട്രീയ ഫാസിസവും ഒരുമിച്ച് ചേർന്ന് അക്രമ പരമ്പരകൾ അഴിച്ചുവിട്ടുകൊണ്ട് കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റാൻ ഇന്ന് RSSും BJPയും CPMും ശ്രമിക്കുകയാണ്. അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. മഹാനായ സ്വാമി വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ആ മഹത്തായ പാരമ്പര്യത്തെ തകർക്കാൻ ഇന്ന് ഗവൺമെന്റും RSSും BJPയും CPMും ഒരുമിച്ച് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ കാണണം. ദേശീയ പണിമുടക്ക് ദിവസം SBI ശാഖ ആക്രമിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന നേതാക്കളെയും പ്രതി ചേർക്കാനാണ് പോലീസ് തീരുമാനം. ഇതിനകം 8 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, NGO യൂണിയന്റെ സംസ്ഥാന നേതാക്കളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വലിയ ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ അത്തരം വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സൂചനകൾ എന്താണ്? പ്രതികളെയെല്ലാം തിരിച്ചറിഞ്ഞോ? സംസ്ഥാന നേതാക്കൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ? അവരെയും പ്രതി ചേർത്ത് മുന്നോട്ട് പോകാനാണോ പോലീസിന്റെ നീക്കം? അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് പ്രതികളാവുക? ശരത്ത്, ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇതിൽ 8 പേരെയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ 2 പേർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഹരിലാൽ, അശോകൻ എന്നിവരാണ് അറസ്റ്റിലായത്. 2 പേരും NGO യൂണിയന്റെ ജില്ലാ നേതാക്കളാണ്. ഇവരുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളുകയും ചെയ്തു. റിമാൻഡിലാണ് ഇരുവരും ഇപ്പോൾ ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പേർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഉള്ള വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കില്ല, റിമാൻഡിൽ പോകേണ്ട സാഹചര്യമാണുള്ളത്. ഏറ്റവും ഒടുവിൽ 2 പേരെ തിരിച്ചറിയുന്നതിൽ പോലീസ് കാലതാമസമുണ്ടാക്കുന്നു, പോലീസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ് ആക്ഷേപം ഉയർന്നത്. NGO യൂണിയൻ നേതാക്കളായ സുരേഷ് ബാബു, സുരേഷ് ഇരുവരും GST വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്ന തരത്തിലായിരുന്നു ആക്ഷേപം ഉയർന്നത്. ഏതായാലും ഇപ്പോൾ സുരേഷിനെ കൂടി ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയാണ്. അത്തരത്തിൽ 8 പേരെ ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അതേസമയം NGO യൂണിയന്റെ സംസ്ഥാന നേതാവാണ് സുരേഷ് ബാബു. സുരേഷ് ബാബുവിനെ തിരിച്ചറിഞ്ഞെങ്കിലും ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഇരുവരും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. മറ്റ് പ്രതികളുമുണ്ട്. ഇവർ ഓഫീസിലോ വീടുകളിലോ എത്തുന്നില്ല, മറിച്ച് ഇവർ ഒളിസങ്കേതത്തിൽ തുടരുകയാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ ഇവർ ഉണ്ട് എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. CPMന്റെ പോഷക സംഘടനയാണ് NGO യൂണിയൻ. അതുകൊണ്ട് തന്നെ CPMന്റെ സഹായം ഇവർക്ക് ലഭിക്കുന്നു എന്ന ആരോപണവും ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. ശരത്, ശരി വിനോദ്. ആലപ്പാട് വിഷയത്തിൽ സർക്കാർ നിലപാട് മയപ്പെടുത്തുന്നു.
സമരക്കാരുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. വ്യവസായ വകുപ്പ് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കും. അശാസ്ത്രീയ ഖനനം പാടില്ലെന്ന നിലപാടാണ് സർക്കാരിനെന്നും നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് വ്യക്തമാക്കി. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. അതിനകത്ത് വേറെ പ്രശ്നമില്ല. സ്വാഭാവികമായും ചർച്ച വേണ്ടി വരുമല്ലോ. ജനങ്ങളോട് ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ഏതായാലും ആലപ്പാട് സമരത്തിൽ സർക്കാർ മുൻകൈയെടുത്തൊരു ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചത്. മന്ത്രിമാരുടേതടക്കം വന്നിട്ടുള്ള പ്രതികരണങ്ങൾ അല്പം ഈ സമരം കടുത്ത നിലയിൽ മുന്നോട്ട് പോകുന്നതിലുള്ള അവരുടെ അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു. വിശേഷിച്ച് ഇന്നലെ വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ പ്രതികരണമാണ് കടുപ്പം പിടിച്ച നിലയിൽ ഇക്കാര്യത്തിൽ വന്നത്. പക്ഷേ അവിടെ നിന്നും സർക്കാർ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നു. രാഷ്ട്രീയമായ ഒരു എതിർപ്പ് ക്ഷണിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലയിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തന്നെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് വ്യക്തമാക്കിയത്. ആലപ്പാട് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലയിൽ പറഞ്ഞത്. വ്യവസായ വകുപ്പ് ചർച്ചയ്ക്കാകെ മുൻകൈയെടുക്കും. അശാസ്ത്രീയമായ ഖനനത്തോട് യോജിപ്പില്ല എന്ന ഒരു നിലപാട് മന്ത്രി തന്നെ പറഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ആ കണ്ടെത്തലുകളോട് യോജിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതാണ്. ശ്യാം, എന്താണ് മന്ത്രിയുടെ ഈ നിലപാട് വന്നതിനു ശേഷമുള്ള ഒരു പൊതുപ്രതികരണം? ചർച്ചയിൽ പങ്കെടുക്കുമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കാരണം അത് സർക്കാർ പക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നിബന്ധന ഇത് ആലപ്പാട് പഞ്ചായത്തിൽ നടത്തണം എന്നാണ്. ആലപ്പാട് പഞ്ചായത്തിൽ ഈ സമരം നടക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു ഭൂമിയിൽ തന്നെ സമരഭൂമിയിൽ തന്നെ നടത്തണം. അത് തുറന്ന ഇടത്തായിരിക്കണം അല്ല എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം തിരുവനന്തപുരത്തോ സെക്രട്ടേറിയറ്റിലോ മറ്റൊരു ചർച്ച വെച്ചാൽ അത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് അവർ ആദ്യമായി നൽകുന്ന സൂചന. പക്ഷേ സർക്കാർ ആദ്യം ചർച്ച ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അവർ സർക്കാർ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അവർ ആദ്യം നൽകുന്ന സൂചന. അല്ലെങ്കിൽ നമുക്ക് അവരിൽ സമരസമിതി നേതാക്കളുമായി നമ്മളോട് പറയുന്ന കാര്യം എന്തായാലും സമരം ഇന്ന് 73-ാം ദിവസത്തിലാണ്. സമരം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സേവ ആലപ്പാടെന്നും സ്റ്റോപ്പ് മൈനിങ്ങും രണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തി അവർ നടത്തുന്ന സമരത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. ശ്യാമാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായി അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി ജസ്റ്റിസ് എ കെ പട്നായിക്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അലോക് വർമ്മയ്ക്കെതിരെ ആരോപണങ്ങളിൽ തെളിവില്ല എന്ന ശക്തമായ നിലപാടാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് എ കെ പട്നായിക് പരസ്യമായി സ്വീകരിച്ചത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി അതീവ തിടുക്കത്തിലാണ് വർമ്മയെ മാറ്റിയതെന്നും ജസ്റ്റിസ് പട്നായിക് പറഞ്ഞു. അതേസമയം നീരവ് മോദിയെയും വിജയ് മല്യയെയും സംരക്ഷിച്ചുവെന്ന ആരോപണത്തിൽ അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പുതിയ അന്വേഷണം ആരംഭിച്ചു. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ തിടുക്കത്തിൽ പുറത്താക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ കൂടുതൽ സംശയത്തിലാക്കിയാണ് പുതിയ വെളിപ്പെടുത്തൽ. വർമ്മയ്ക്കെതിരായ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത് മുൻ ജഡ്ജി എ കെ പട്നായിക്കിനെയായിരുന്നു. അഴിമതി ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പട്നായിക് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. രാകേഷ് അസ്താന നൽകിയ പരാതി മാത്രമാണുള്ളത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ താൻ കണ്ടെത്തിയതല്ല. CVC പറയുന്നത് അന്തിമ വാക്കല്ല. CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർമ്മയ്ക്കെതിരെ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി തീരുമാനമെടുത്തത് അതീവ തിടുക്കത്തിലാണ്. സെലക്ഷൻ കമ്മിറ്റി സ്വന്തം നിലയിൽ തീരുമാനമെടുക്കണമായിരുന്നുവെന്നും പട്നായിക് അഭിപ്രായപ്പെട്ടു. ഇതോടെ റഫാലിൽ അന്വേഷണം ഭയന്ന് കേന്ദ്ര സർക്കാർ വർമ്മയെ ഇരയാക്കിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. നീരവ് മോഡിയെയും വിജയ് മല്യയെയും സഹായിക്കാൻ ശ്രമിച്ചുവെന്നതടക്കം 6 ആരോപണങ്ങളിലാണ് അന്വേഷണം. സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകളുമായി അലോക് വർമ്മ ഉടൻ രംഗത്തെത്തിയേക്കുമെന്നാണ് സൂചന. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. നിപ്പ രോഗബാധയുണ്ടായപ്പോൾ സ്വന്തം ജീവൻ മറന്ന് സേവനം നടത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ജീവിക്കാനുള്ള സമരത്തിലാണ്. സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയതോടെ 42 പേർക്ക് ജോലി നഷ്ടമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കവാടത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലാണ് ഇപ്പോഴിവർ. നിപ്പ രോഗബാധയിൽ നാടാകെ വിറങ്ങലിച്ച സമയത്ത് ഡോക്ടർമാരടക്കമുള്ള സ്ഥിരം ജീവനക്കാരിൽ ഒരു വിഭാഗം കൂട്ട അവധിയെടുത്ത സമയത്താണ് 42 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയുള്ള ദൗത്യത്തിലേർപ്പെട്ട ഇവരെ സമൂഹം വാനോളം പുകഴ്ത്തി. അന്ന് മാലാഖമാരെന്ന് വിളിച്ച സർക്കാരും
പറഞ്ഞതെല്ലാം സൗകര്യപൂർവ്വം മറന്നപ്പോൾ ജീവിക്കാനുള്ള സമരപാതയിലാണ് ഇവർ ഇന്ന്. അന്നിപ്പോൾ ഈ ജോലി സ്ഥിരപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊന്നും വന്നവരല്ല ആരും. ഇങ്ങനെ ആവുന്നെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ ഒരു വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ വന്നു. നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ളവരെ ഡിസംബർ 31 പിരിച്ചുവിട്ടു. താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ജോലി തുടരാമെന്ന പ്രതീക്ഷകൾ ഇതോടെ അസ്തമിച്ചു. ഇത്രയും കാഠിന്യം കൂടിയ സമയത്ത് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. സമരത്തെ പിന്തുണച്ച് ബ്ലാക്ക് മാസ് ക്യാമ്പയിനുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഒപ്പമുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ തുടരുമ്പോഴാണ് നിപ്പ കാലത്ത് സേവനം നടത്തിയവർ തൊഴിൽ രഹിതരാകുന്നത്. നിപ്പ കാലത്ത് ഒരു നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ ഇറങ്ങിയവരാണിവർ. നിപ്പയെ അതിജീവിക്കുന്ന ഘട്ടത്തിൽ നൽകിയ സ്ഥിരം ജോലി എന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നത് നീതീകരിക്കാനാവില്ല. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. എന്നാൽ നിപ്പ പ്രതിരോധത്തിൽ ഒപ്പം കൂടിയ തൊഴിലാളികളെ സർക്കാർ കൈവിടില്ലെന്നാണ് മന്ത്രി കെ ശൈലജ പറയുന്നത്. സ്ഥിരം നിയമനത്തിന് നിയമ തടസ്സങ്ങളുണ്ട്. നിയമനം നടത്തുമ്പോൾ ഇവർക്ക് ആദ്യ പരിഗണന നൽകുമെന്നും മന്ത്രി പറയുന്നു. അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ താൽക്കാലികമായി വരുന്ന ഒഴിവുകളിൽ അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സമയത്ത് വളരെ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനമാണ് അവരെല്ലാവരും നടത്തിയത്. അപ്പോൾ അവരെ ഒഴിവാക്കേണ്ട എന്നുള്ളത് തന്നെയാണ് സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ലേശം നഷ്ടം സഹിച്ചിട്ടായാലും അവരെ നിലനിർത്താൻ. പക്ഷേ അവരെ സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. നിപ്പ ആ സമയത്ത് ജോലി ചെയ്ത തൊഴിലാളികൾ, അതിനിപ്പോൾ ഒരു സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾക്കെല്ലാം അറിയാം, താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് വിരുദ്ധമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇത്രയധികം ആളുകളെ ഒരുമിച്ച് സ്ഥിരപ്പെടുത്തുക എന്നുള്ളതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം നിപ്പയുടെ സമയത്ത് അവിടെ ജോലി ചെയ്ത ആരെയും ഒഴിവാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇടവേള. ഡൽഹിയിൽ നടക്കുന്ന BJP ദേശീയ കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പ്രസംഗിക്കും. അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ മോദി പരാമർശിച്ചേക്കും. വിവിധ പ്രമേയങ്ങളും കൗൺസിൽ പാസാക്കും. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഇന്നലെ അമിത്ഷായുടെ പ്രസംഗത്തോടെയാണ് കൗൺസിൽ ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് ഈ കൗൺസിൽ. ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ BJP കുറെ കൂടി രാഷ്ട്രീയമായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതിൻ്റെ ഒരു വ്യക്തതയും സൂചനയും ഉണ്ടാകുമോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ശരത്, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കൃത്യമായ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് BJPയുടെ ദേശീയ കൗൺസിൽ യോഗം ചേരുന്നത്. ഇന്നലെ കൗൺസിലിന് തുടക്കമിട്ടുകൊണ്ട് അമിത്ഷായുടെ വാക്കുകളിൽ തന്നെ വ്യക്തമായിരുന്നു ഏത് തരത്തിലുള്ള വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഒരു തവണ കൂടി മോഡി സർക്കാർ എന്ന മുദ്രാവാക്യമാണ് ഈ കൗൺസിൽ യോഗത്തിൽ തന്നെ BJP ഉയർത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ സംസാരിക്കും. ഏതൊക്കെ വിവാദ വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് അജണ്ട ഏതായിരിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ദിശാസൂചന നൽകുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്നാണ് കരുതപ്പെടുന്നത്. അയോധ്യ വിഷയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരില്ല, സുപ്രീം കോടതി വിധിക്ക് കാത്തിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട്. സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ അത് ഏത് തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം തുടങ്ങിയ ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, അതായത് BJPക്ക് സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞിരുന്നത്. ആ രീതിയിൽ ഏത് തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതെന്നതും പ്രധാനമാണ്. ശരത്, ശരി ഉണ്ണി, ഏതായാലും ഇപ്പോൾ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ ദുബായിൽ UAE-യിൽ വളരെ ശക്തമായി ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളോട് സംസാരിച്ച് രാഹുൽ ഗാന്ധി മറ്റൊരു തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നൊരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സർക്കാരിൻ്റെ നേട്ടങ്ങൾ, മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഒക്കെ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി ഇന്ന് തയ്യാറായേക്കും. വിശേഷിച്ച് BJPയുടെ ദേശീയ കൗൺസിൽ യോഗവേദിയാണ് എന്നതുകൂടി ഉണ്ട്. ശബരിമല പ്രശ്നത്തിൻ്റെ പേരിൽ പന്തളം കൊട്ടാര പ്രതിനിധികൾക്ക് ഭീഷണിയുണ്ട് എന്ന് ശശികുമാർ വർമ്മ. ശബരിമലയിലേക്ക് സ്ത്രീകൾ വരികയായിരുന്നില്ല, കൊണ്ടുവരികയായിരുന്നു. ഇതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും ശശികുമാർ വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. ഇപ്പോൾ കൊട്ടാരം പ്രതിനിധിയായിട്ടുള്ള ശ്രീ ശശികുമാർ വർമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. പല ഘട്ടങ്ങളിലും യുവതീ പ്രവേശം ഉണ്ടാകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. അത് യുവതി പ്രവേശമായിരുന്നില്ല, യുവതികളെ കൊണ്ടുവരലായിരുന്നു. ആരും അങ്ങനെ പോയിട്ടില്ല. അയ്യപ്പ ഭക്തരും അവിടെ സ്വമേധയാ പോയിട്ടില്ല. ആളുകളെ കൊണ്ടുപോവുകയായിരുന്നു. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ? സുപ്രീം കോടതിക്ക് എൻ്റെ പേരും പറഞ്ഞ് ഈ ആചാരങ്ങൾ എത്രമാത്രം തകർക്കാമോ അതിനുള്ള ശ്രമം നടത്തുകയാണ്. അതൊരു കൊച്ചു കാര്യമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. ഇത് നമ്മൾ വിചാരിച്ച എന്തോ ഒരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ
ആസൂത്രിതമായ ചില ഗൂഢാലോചനയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. എന്നാലും ഈ സീസൺ കഴിഞ്ഞ് വളരെ സമാധാനപരമായ ഒരു സീസണെങ്കിലും ഇനിയെങ്കിലും കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള നടപടികളിന് വേണ്ടി ഞങ്ങളും മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് 1 മണിക്ക് തന്നെ ആരംഭിക്കും. അതെ, ഇപ്പോൾ തുടങ്ങുന്നത് ഇനി ഒരു 11:30 കഴിയുമ്പോഴത്തേക്ക് പുതിയ ഈ വർഷത്തെ രാജപ്രതിനിധി ആനയിച്ച് അകത്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ തിരുവാഭരണ പേടകർക്ക് അവർക്കൊരു സ്വീകരണമുണ്ട്. ഇവരെല്ലാം സ്വീകരിച്ച് അകത്തെത്തിക്കഴിഞ്ഞാൽ 11:45-12 മണിയാകുമ്പോഴത്തേക്ക് പെട്ടി അടയ്ക്കും. പെട്ടി അടച്ചു കഴിഞ്ഞാൽ അവിടെ ചില പൂജകൾ, അതുപോലെ തന്നെ വലിയ തമ്പുരാൻ വന്നിട്ട് അതിൻ്റെ വാള് പൂജിക്കുന്ന വാള് രാജപ്രതിനിധിക്ക് നൽകുക. ആ രാജപ്രതിനിധിയെ ആ സ്ഥാനം ആരോഹിക്കുക. അതാണ് വാള് കൊടുക്കുന്നത്. വാളും കൊടുത്ത് പെട്ടി അടച്ച ശേഷം നീരാഞ്ജനം ഒഴിഞ്ഞ് ഒരു 12:45 1 മണിയോടുകൂടി തിരുവാഭരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പന്തളത്ത് നിന്നും സുർജിത്ത് ചേരുന്നുണ്ട്. സുർജിത്തിനോട് സംസാരിച്ചപ്പോൾ ശശികുമാർ വർമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പന്തളം കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഭീഷണിയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതേക്കുറിച്ച് എന്താണ് കൂടുതലായി പറയാൻ അവർക്കുള്ളത്? എന്തുതരം ഭീഷണിയാണ്? ശരത്ത്, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണിയും കൊട്ടാരത്തിലെ പ്രതിനിധികൾ നേരിടുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഉമ്മക്കത്തുകളായും മറ്റു പല വിധത്തിലും അത്തരത്തിൽ നിരവധി ഭീഷണികൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിച്ചത്. തിരുവാഭരണം ഉൾപ്പെടെ മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത, അത്തരത്തിലുള്ള ഭീഷണികളാണ് ഉയർന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതേ തുടർന്ന് കർശനമായ രീതിയിലുള്ള പോലീസ് സുരക്ഷ കോടതി വഴി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണെന്നാണ് ശശികുമാർ വർമ്മ പറഞ്ഞത്. എന്തുതന്നെയായാലും വലിയ സുരക്ഷയുടെ നിറവിൽ തന്നെയാണ് ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് തന്നെ സുർജിത്ത്, പതിവില്ലാത്ത വിധം ഇത്തവണ പലതുകൊണ്ടും ഈ തിരുവാഭരണ ഘോഷയാത്ര കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പന്തളം കൊട്ടാരം പ്രതിനിധികൾ തന്നെ ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് പോലീസ് സംവിധാനം, സുരക്ഷ പതിവിലും കൂടുതലുണ്ടോ? തീർച്ചയായും ശരത്ത്, വലിയ അളവിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കൊട്ടാരവും ആ തരത്തിലൊരു കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു. കൊട്ടാരം കോടതിയെ സമീപിച്ചു. സ്വാഭാവികമായും കോടതി വലിയ രീതിയിലുള്ള സുരക്ഷ നൽകണമെന്നുള്ള നിർദ്ദേശം നൽകി. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല 5 DYSPമാരാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. കാരണം അത് വളരെ ശക്തമായ ആക്ഷേപമാണ് കൊട്ടാരം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസ് സംവിധാനം. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ 400ഓളം പോലീസുകാരാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുധാവനം ചെയ്യുന്നത്. ഇന്ന് യാത്ര ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ 3-ാം നാളാണ് സന്നിധാനത്ത് എത്തുക. അതായത് അതുപോലെ തന്നെ സുർജിത്ത്, ഒരു കാര്യം കൂടിയുണ്ട്. ഈ ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ശബരിമല സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഒഴിവാക്കണം എന്ന് ഇതിൽ പങ്കാളികളാകാൻ അനുവദിക്കില്ല എന്ന് പത്തനംതിട്ട SP-യുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, ഉത്തരവുണ്ടായിരുന്നു. ആരെയും മാറ്റി നിർത്തില്ല എന്ന് ദേവസ്വം ബോർഡ് അംഗം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. അപ്പോഴും പറഞ്ഞിരുന്നു കേസുകളിൽപ്പെട്ടവരെ സ്വാഭാവികമായും മാറ്റി നിർത്തുമല്ലോ, അല്ലാതെ ആരെയും വിലക്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് അംഗം പറഞ്ഞത്. പോലീസിൻ്റെ നിരീക്ഷണം എങ്ങനെയുണ്ട്? ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. അതിൽ ഈ പറഞ്ഞ നിലയിലുള്ള ആളുകളുടെ നുഴഞ്ഞുകയറ്റമുണ്ടോ, സാന്നിധ്യമുണ്ടോ? അതൊക്കെ പോലീസ് ആ നിലയിൽ പരിശോധിക്കാനിടയുണ്ടോ? മാത്രമല്ല ഇവർ വലിയ സുരക്ഷാ ഭീഷണി പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. സുരക്ഷാ ഭീഷണി ഉന്നയിച്ചിരിക്കുന്നത് കൊട്ടാരം തന്നെയാണ്. സ്വാഭാവികമായും അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇത്തരത്തിൽ നാമജപം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ആ ആളുകൾ സ്വാഭാവികമായും ഇത്തരത്തിൽ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു സർക്കുലർ വലിയ അളവിലുള്ള വിവാദമാണ് സൃഷ്ടിച്ചത്. ഇതേ തുടർന്ന് ഈ ഒരു സർക്കുലർ പിൻവലിക്കുന്ന, അത് ഭേദഗതി വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതിന് കൊട്ടാരത്തിൻ്റെ പ്രതിനിധികൾ പോലും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. സ്വാഭാവികമായും കേസെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത് താൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് എന്നാണ് ശശികുമാർ വർമ്മ പ്രതികരിച്ചത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾ
ഈ നാമജപ പ്രതിഷേധം ഉൾപ്പെടെയുള്ള പരിപാടിയിൽ പങ്കെടുത്ത നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പന്തളം മേഖലയിലുള്ള ആളുകൾ നിരവധി പേർക്കെതിരെ അത്തരത്തിലുള്ള കേസുകളുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടി ഇത് ആചാരപരമായി നടക്കുന്നതാണ്. ഇതിൽ എന്തുതന്നെയായാലും പങ്കെടുക്കുമെന്നുള്ള തരത്തിലുള്ള നിലപാട് പൊതുവെ കൊട്ടാരം അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സർക്കുലറിന് ഒരു ഭേദഗതി വരുത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഗുരുതരമായ കൃത്യം ചെയ്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ആരും തന്നെ ഘോഷയാത്രയിൽ പങ്കെടുക്കുക മാത്രമല്ല കൃത്യമായ രീതിയിൽ ഇവർക്ക് ബാഡ്ജ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ്, അതായത് ഇവരുടെ വ്യക്തിവിവരങ്ങൾ സൂചിപ്പിക്കുന്ന ബാഡ്ജ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാകുന്നത്. പോലീസ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ദേവസ്വത്തോട് അത്തരത്തിലുള്ള നിർദ്ദേശം രേഖാമൂലം പോലീസ് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും ആ ഒരു രേഖാമൂലം ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് കൊട്ടാരം പ്രതിനിധികൾ അത് ബാഡ്ജ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമായി ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ശരി സുർജിത്ത്, പന്തളത്ത് നിന്നും സുർജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് ജോയ് നായർ കൂടി ചേരുകയാണ്. ജോയ്, വിശേഷങ്ങൾ, വിവരങ്ങൾ സന്നിധാനത്ത് നിന്നും. ശരത്ത്, അല്പസമയം മുമ്പ് ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി മകരവിളക്കുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം തീരെ കുറവാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തിയായി എന്ന തരത്തിലാണ് അവർ വിശകലനം നടത്തുന്നത്. എങ്കിൽ കൂടിയും കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന നിർദ്ദേശവും അവർ വിവിധ വകുപ്പുകൾക്ക് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ നിലപാട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തും. കൂടുതൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയായിരിക്കണം സുഗമമായി മകരവിളക്ക് ദർശിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ തന്നെയായിരിക്കും ഇനിയും നടത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മകരവിളക്കിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സമയത്തും സാധാരണഗതിയിൽ, അതായത് കഴിഞ്ഞ സീസണിലെ പോലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ തിരക്ക് കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്പം കൂടി തിരക്ക് വർദ്ധിക്കാനും മകരവിളക്ക് ദിവസം ഏകദേശം 2-2.5 ലക്ഷത്തോളം പേർ ഈ മകരവിളക്കും മകരജ്യോതിയും കാണാൻ എത്തും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമെല്ലാം വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി ഭക്തർ ഇപ്പോൾ 18ാം പടിയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ വലിയൊരു തിരക്ക് ഈ സമയത്തും അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ചും വരുന്ന ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ തിരക്കിലേക്ക് സന്നിധാനം മാറൂ എന്നാണ് നമുക്ക് ഈ സമയത്ത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്, ശരി ജോയ്. ഇടവേള. BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിക്കുകയാണ്. തത്സമയ Didn't we all know that? And that is why in 2014 the people of India gave a very big mandate for the leadership of Prime Minister Modi, and that is why when he was chosen as the Prime Minister candidate after the victory, when he went in to the Lok Sabha, his first gesture was to bow his head at the entrance of the parliament which represents India's democracy. And after that, the first thing he said was that this government is committed for the welfare of the poor. And to keep that spirit up, literally, I would think if all of us can count the number of decisions that this government has taken in the last 5 years, I would think it's an average of at least 1 decision per day, each of the 5 years, that led to a transformational change that India is witnessing today. And that is why I would think today, as we stand here to discuss this political resolution, I call it an historic occasion. Yesterday, when Adhyakshi spoke, he said, what is the importance? We cannot have another situation like the way in which Battle of Panipat was fought. India's loss then cannot become an exercise now. Even in the frailest of moments, an Indian voter cannot be taken away from the mammoth work which is going on today. We should, as Karyakartas of BJP, highlight, I would think, 2 important things that this resolution highlights. We have not had one major terrorist attack in this country after 2014. Let us remember that. Remind our people
that this country has lived a peaceful 5 years. There are, of course, disturbances in the border, but the Indian Army has made sure that every attempt to come into this country is eliminated, even at the border. And therefore, this government, under the leadership of Prime Minister Modi, has ensured one thing pakka, that there shall not be an opportunity for the terrorists to disturb the peace of this country. And second, which is equally important, corruption-free 5 years. Absolutely no corruption in this country. Not even a whisper of corruption in this country under the leadership of the Prime Minister Modi. And therefore, if an ordinary man wants to live in peace and bereft of corruption, so that his daily life, he doesn't have to give 2 rupees here, 5 rupees here, 100 rupees there, even to live his normal life. That's the life ease that Prime Minister Modi has brought in. One of the early decisions, if all of you all can remember, was even when you're going in for a grade C, grade 4 or 5 level jobs, your attestation should not be one of the things on which you spend 5 rupees or 100 rupees to even have your own certificate attested. So from smaller reforms to larger reforms, he has been giving attention for good governance. That is why we pride ourselves to say Sabka Saath, Sabka Vikas. If that Sabka Saath, Sabka Vikas has to continue, we cannot lose momentum. We need to have the reforms continue, not little marginal reforms, but transformatory reforms. And for that, it is only the vision of leadership under Prime Minister Modi that this country can foresee a bright future. And towards that, I remind you, during the campaign in 2013, I remember Prime Minister Modi saying, and also afterwards, telling Pakistan, India and Pakistan should not be fighting. 2014 മികച്ച വിജയത്തിന്റെ പ്രതാപകാലത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നത്. അഴിമതിരഹിത ഭരണമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രി പ്രത്യേകതയോടെ ഊന്നിപ്പറയുന്നത്. ആലപ്പാട് പ്രശ്നത്തിലേക്ക് വന്നാൽ ഞങ്ങളുടെ പ്രതിനിധി ശ്യാം ദേവരാജ് ഇപ്പോൾ ആലപ്പാട് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ആളുകളുമായി ഇപ്പോൾ സംസാരിക്കും. അതിൻ്റെ ഒരു പ്രത്യേക കാരണം തന്നെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. ആ നിലയിൽ മന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട് വന്ന സാഹചര്യത്തിൽ ആലപ്പാട് ഗ്രാമവാസികൾ എന്തു പറയുന്നു, എന്ത് നിലപാടാണ് അവർക്കുള്ളത്, അവരുടെ പ്രതികരണം അറിയാം. ശ്യാമിലേക്ക്. ശ്യാം. തീർച്ചയായും ശരത്, നമുക്കിപ്പം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പാട് സമരപന്തലിലാണ്. സേവ ആലപ്പാട് സമരം ഇന്ന് 73-ാം ദിവസത്തിലാണ്. നമുക്കിപ്പോൾ നിരവധി പേർ ഈ സമരത്തിന് പിന്തുണയുമായി ഇപ്പോഴും സമരപന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയോളമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ ചർച്ചയായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇന്ന് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നറിയിച്ച സാഹചര്യത്തിൽ നമുക്ക് സമരസമിതി നേതാക്കളുടെ നിലപാട് തന്നെ നേരിട്ട് അറിയാം. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് സമരസമിതി നേതാവായ KC ശ്രീകുമാറാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും മന്ത്രി കൊല്ലത്തു നിന്നുള്ള മന്ത്രി കൂടിയായ ജെ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് സമരസമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, സേവ ആലപ്പാട് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇതിനോടുള്ള ഒരു പ്രതികരണം? ഇന്നലെ വരെ ഇത് സമരം സ്പോൺസേഡ് സമരമാണെന്നും മറ്റു പല രീതിയിലുള്ള ഡയലോഗുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെൻറ് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ടൊരു പ്രശ്നം, IREയുടെ ചരിത്രം, ഇന്ന് വരെയുള്ള ചരിത്രം, ഡയലോഗുകളെല്ലാം ഡയലോഗിൽ രൂപം കൊള്ളുന്ന പരിപാടികളെല്ലാം ഇല്ലാതാക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നടന്നിട്ടുള്ളത്. അത് അവസാനം അതുണ്ടാവത്തില്ല. ഡയലോഗിൽ എന്തുറപ്പ് കൊടുത്താലും അതൊന്നും പാലിച്ചിട്ടില്ല. അങ്ങനെ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് കായലിനും കടലിനും ഇടയിൽ ഈ പ്രദേശം ഒരു വരമ്പ് പോലായി മാറുകയില്ലായിരുന്നു. ഖനനം തുടങ്ങിയ കാലം മുതൽ തന്നെ സമരങ്ങളുണ്ട്. ഈ സമരങ്ങളെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ചും ഡയലോഗുകളെ നേതാക്കളെ നാടിന് കൊള്ളാത്തവരാക്കി മാറ്റുന്ന രീതിയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ചർച്ചകൾ ഇന്ന് വരെ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കുറച്ച് താഴോട്ടിറങ്ങി വന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഖനനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ശാസ്ത്രീയമായ പല നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്, നിഗമനങ്ങൾ വായിച്ചുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയ ധാരാളം പഠനങ്ങൾ പറയുന്നത് ജൈവജാതികൾക്ക് കുഴപ്പമുണ്ടാകുമെന്നും ഈ പ്രദേശമില്ലാതാകുമെന്നും
തൊട്ടടുത്ത ഭൂപ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഖനനം പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യണമെന്ന്. പക്ഷേ ചർച്ച അത് എവിടെയും ആവശ്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ IRE ആയതുകൊണ്ട്, മറുവശത്ത് IRE ആയതുകൊണ്ട് ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ IRE ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പും പാലിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആലപ്പാടിൻ്റെ സ്ഥിതി ഇതായി തീർന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ജനങ്ങളോടൊപ്പം ഗവൺമെൻറ് നിൽക്കണം, കമ്പനിയോടൊപ്പം അല്ല നിൽക്കേണ്ടത്. ഇത് ജനങ്ങളാണ്. ജനങ്ങളെന്ന് പറയുമ്പോൾ ആലപ്പാട് ജനങ്ങൾ മാത്രമല്ല, ആറാട്ടുപുഴയിലെ ജനങ്ങളുണ്ട്, ഈ കായലിനപ്പുറത്തുള്ള ഓണാട്ടുകര കുട്ടനാട് പ്രദേശങ്ങളുണ്ട്. അവിടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് ചർച്ച എങ്ങനെ വേണമെന്നാണ് ചർച്ച. ആദ്യം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായതെന്നും ശാസ്ത്രീയമായതെന്നും ഏത് രീതിയിൽ പറയുന്ന ഖനനമാണെങ്കിലും അത് ആദ്യം നിർത്തിവെച്ചിട്ട് ജനങ്ങളോട് ചർച്ച ചെയ്യണം ആദ്യമായിട്ട്. സമരസമിതി ഇന്ന് രാവിലെ നിങ്ങളുടെ തന്നെ പല നേതാക്കളും പറഞ്ഞ ഒരു കാര്യം ആലപ്പാട് വെച്ച് ചർച്ച വേണം എന്നാണ്. മാത്രമല്ല ആദ്യം ഖനനം നിർത്തിവെക്കണമെന്നുമാണ്. ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു നിബന്ധനയോടുകൂടിയുള്ള ഒരാവശ്യം നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നത്? നിബന്ധന മുന്നോട്ട് വയ്ക്കുന്ന IRE ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പ്രവർത്തന ചരിത്രം എന്ന് പറയുന്നത് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പിന്നെ സമൂഹത്തിന് കൊള്ളരാത്തവരാക്കി മാറ്റിയ ചരിത്രമാണ് ഇന്ന് IRE സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം സംജാതമാകരുതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇത് നാടിൻ്റെ രക്ഷ എന്ന് പറയുന്ന തികച്ചും നിസ്വാർത്ഥമായ, നിസ്സംഗമായ, തികച്ചും ആളുകളുടെ ഇവിടുത്തെ പ്രദേശത്തിൻ്റെ സംരക്ഷണം മാത്രമാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം. അല്ലാതെ ഡയലോഗ് വേണ്ടെന്നല്ല, ഇക്കാര്യം ചർച്ചകൾ വേണം. പക്ഷേ അത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനം തികച്ചും അശാസ്ത്രീയമാണ്. അല്ലെങ്കിൽ അശാസ്ത്രീയമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കായലിനും കടലിലുള്ള ഭൂപ്രദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. യാതൊരു ഖനനത്തിനും ഈ മേഖല പര്യാപ്തമല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം. തീർച്ചയായും സമരസമിതിയുടെ വൈസ് ചെയർമാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. അത് ഏത് രീതിയിലുള്ള ചർച്ചയ്ക്കാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്? ഞങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സമരസമിതിക്ക് തന്നെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മുടെ ഈ ഖനനം സമ്പൂർണ്ണമായിട്ട് കരിമണൽ ഖനനം നിർത്തിവെക്കണം. ഞങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ നിർത്തിവെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഗവൺമെൻറ്റിനുള്ള സമരമല്ല, ഇത് ആരോടുമുള്ള സമരമല്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സമരമാണ്. ഇനി ഞങ്ങൾ പോകാനിടവില്ല. അതുകൊണ്ട് ആർക്കും ചർച്ചയ്ക്ക് നമ്മൾ വാതിൽ തുറന്നിട്ടിരിക്കുക. പക്ഷേ പല ചർച്ചകളും നമ്മൾ പല സംഘടനകളും ഇപ്പോൾ തന്നെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെ തുടങ്ങേണ്ട സമരമല്ല, വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട സമരങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ സമരങ്ങളെയൊക്കെ പല രൂപത്തിൽ അടിച്ചമർത്തുകയാണ് ഭരണകൂടം. ഇപ്പം ഞങ്ങൾക്ക് രഹസ്യങ്ങളില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ജനസമൂഹമാണ്. ആ ജനസമൂഹത്തിന് മുന്നിൽ ഈ സേവാലപ്പാട് സമരസമിതിക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഓപ്പൺ ചർച്ച. പല ചർച്ചകളെന്ന് പറഞ്ഞാൽ പല ഓഫറുകളും കിട്ടി. നാളെ ചിലപ്പോൾ പറയും ശ്രീകുമാറിനോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന മറ്റുള്ളവരെയോ പിന്നെ ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു, അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തുകൊണ്ട് അവർ ചർച്ച വഴിതിരിച്ചു വിട്ടു, അതുകൊണ്ട് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ അത് ഞങ്ങളുടെ മരണമാണ്. അതുകൊണ്ടാണ് ആലപ്പാട് ഇന്നൊരു തുറന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് കരയോങ്ങളുണ്ട്. ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. ഞങ്ങൾ വെച്ചിരിക്കുന്നത് നേരായ മാർഗത്തിലുള്ള ഒരു അഭിപ്രായമാണ്. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, കരിമണൽ ഖനനം സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. അതിനകത്തൊരു അനുരഞ്ജനം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. ഞങ്ങൾക്ക് വെക്കാൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറവില്ല. ഇവിടെ വരട്ടെ ഭരണാധികാരി. ഈ ആലപ്പാട് പഞ്ചായത്താണ് ഏറ്റവും സംവാദത്തിനും ചർച്ചയ്ക്കും പറ്റിയ സ്ഥലം. കാരണം ഒരാൾ പോലും ഒരാളെ മണ്ണിടുകയോ കൂവുകയോ ഒന്നും ചെയ്യത്തില്ല. അത് പറഞ്ഞാൽ കേൾക്കുന്നൊരു ജനവിഭാഗമാണ്. തുറന്ന ചർച്ച. ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ. എല്ലാവരും വരണം. ഞങ്ങൾ ഇന്നലെയും പറഞ്ഞത് MLA വരണം, മന്ത്രി വരണം, എല്ലാവരും ഇവിടെ വരണമെന്നാണ്. അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളിലിരുന്ന് ശീതീകരിച്ച മുറികളിലിരുന്ന് നടത്തുന്ന ചർച്ചയല്ല വേണ്ടത്. ആലപ്പാടിൽ അതെ, ഭരണസംവിധാനം ഇന്നലെ വരെ ശീതീകരിച്ച മുറികളിലേക്ക് ചില ജനപ്രതിനിധികളെ, ചില ആളുകളെ, മുന്നിൽ നിൽക്കുന്ന സമര നായകന്മാരെ വിളിച്ചോണ്ട് പോയി അവിടെ വെച്ച് അവർക്ക് ചായയും കൊടുത്ത്, അവർക്ക് വേണ്ട ആഹാരങ്ങളും കൊടുത്ത്, വേണമെങ്കിൽ കൈമണിയും കൊടുത്ത് അവരെ ഒതുക്കുന്ന ഒരു ചർച്ചയ്ക്ക് നമുക്കില്ല. അങ്ങനെ പോകാൻ ഇവിടെ മുന്നിൽ നിൽക്കുന്ന ഒരാളും പോകാൻ തയ്യാറുമില്ല. കാരണം അവർക്കൊക്കെ ഭയമാണ്. കാരണം ഇന്നലകളിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള അത്തരം ചർച്ചയ്ക്ക് നമ്മളില്ല. അതുകൊണ്ട് ഇത്തരം ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ആദ്യം IRE ഖനനം അവസാനിപ്പിക്കും. അതെ, നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ. ഇത് ആരല്ല, ഇത് പരസ്യ വികാരമാണ്. അതായത് അത് ആ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഖനനം നിർത്തിവെക്കൂ. അത് ജനങ്ങളോട് പറയണം. ഖനനം നിർത്തിവെച്ചിരിക്കുന്നു, സമരസമിതിയുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാർ. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം എന്താ പറയുക, ഇത് ഗവൺമെൻറ് ഇടപെട്ടാലല്ലേ ഇത് ചർച്ച ഈ ഒരു സമരം വിജയിപ്പിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ മറ്റാരിടപെട്ടാലും ഞങ്ങൾക്കറിയാം ഇത് ഗവൺമെൻറ് ഇടപെടണം. ഗവൺമെൻറ് ഇടപെടാനും അവരുടെ ചർച്ചയ്ക്കും അവരുടെ ശ്രദ്ധയ്ക്കും വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ അവർ തന്നെ ഇടപെടണം. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കേണ്ടത് അത്തരം ഒരു ചർച്ച നടക്കുമ്പോഴല്ലേ? ചർച്ചയ്ക്ക് മുമ്പ് ഇന്നലെ വരെ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴാണ് ഈ ഉരുത്തിരിഞ്ഞു വരുന്നത്. അന്നേരം ആ ചർച്ചയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിമാൻഡുണ്ട്. ഒന്ന്,
2, 3, 4, 5 എന്നും പറഞ്ഞ് ഒരുപാട് ഡിമാൻഡ് വരും. അപ്പോൾ ആ 100 ഡിമാൻഡിൽ 10 ഡിമാൻഡുകൾ ആ ചർച്ചയെ വെച്ച് അംഗീകരിച്ചിട്ട് 90 ഡിമാൻഡുകൾ തള്ളിക്കളയും. അപ്പം നമുക്ക് ഇങ്ങനെ തള്ളിക്കളയാൻ ഒന്നുമില്ല, ഒരൊറ്റ നിബന്ധന മാത്രം. അതാണ് പല ചർച്ചകൾക്ക് ഒരുപാട് ഡിമാൻഡ് 1, 2, 3, 10 നിബന്ധനകൾ വരും. അതിൽ ഏറ്റവും മോശപ്പെട്ട 2 നിബന്ധനകൾ അംഗീകരിച്ച് ചർച്ച അവസാനിപ്പിച്ച് സമരം അവസാനിപ്പിക്കുന്ന രീതിയാണ് ഇതുവരെ തലമുറ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓപ്പൺ, നമുക്കൊന്നും മറയ്ക്കാനില്ല. ഇവിടുത്തെ ജനങ്ങൾ ഓപ്പണാണ്. ഇവിടെ ആർക്കും വരാം, ഇവിടുത്തെ രാഷ്ട്രീയമില്ല. ആർക്കും വരാം, MLA നാളെ മുഖ്യമന്ത്രിക്ക് ഇവിടെ വരാം, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ പറയുക, ഞങ്ങൾ എത്ര നാൾ വേണമെങ്കിലും സമരം ചെയ്യാൻ ഒരുക്കുക. കാരണം ഒറ്റ വികാരം, ഒരു മുദ്രാവാക്യം, ഒരു പോയിന്റ്, സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക, ചർച്ചയ്ക്ക് വിളിക്കുക, ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ മണ്ണിൽ ഇതൊരു ദേവഭൂമിയാണ്, 2 ക്ഷേത്രങ്ങളുള്ള ഞങ്ങൾ ഈ ദൈവങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ്, ആർക്കും വേണമെങ്കിലും ഇവിടെ വരാം, ഒരു പ്രശ്നമില്ല. ഇവിടെ ചർച്ച നടക്കണം, ഈ ദേവഭൂമി ചർച്ച നടക്കണം. തീർച്ചയായും അത്തരം കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ഭൂമിയിൽ വെച്ച് ചർച്ച നടത്തണം, അത് തുറന്ന ചർച്ചയായിരിക്കണം, മറ്റ് ഒരു നിബന്ധനകൾക്കും ഇല്ല. കാരണം ഖനനം നിർത്തിവെക്കുക എന്നത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ഏക നിബന്ധനയും. അതിൽ എന്നാൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നാണ്. നമുക്കിപ്പോൾ മറ്റ് ആളുകൾ കൂടി ഇവിടെയുണ്ട്, അവരോട് ഒക്കെ ചോദിക്കാം. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു, ഇക്കാര്യത്തിൽ ഉള്ള പ്രതികരണം എന്താണ്? എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ എന്നല്ല, ഈ സമരസമിതിയിൽ പ്രവർത്തിക്കുന്നവർക്കാലും ജനങ്ങൾക്കാലും നാട്ടുകാർക്കാണെങ്കിലും ഒറ്റ അഭിപ്രായമുള്ളൂ. ആദ്യം ഇപ്പോൾ നടക്കുന്ന ഖനനം അത് ശാസ്ത്രീയമാണേലും അശാസ്ത്രീയമാണേലും എന്താണേലും അത് നിർത്തിവെക്കുക. അതിനുശേഷം മുഖ്യമന്ത്രിയോ ഫിഷറീസ് മന്ത്രിയോ വ്യവസായ വകുപ്പ് മന്ത്രിയോ ആരായാണേലും ഇവിടെ വരിക, ഞങ്ങളുമായി നേരിട്ട് ചർച്ചയല്ല തീരുമാനത്തിലെത്തുക. ഇനി ഒരു ചർച്ചയ്ക്കും സംവാദത്തിനും ഞങ്ങളില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അത് നിർത്തിത്തരിക എന്നുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട്. ഈ നാട്ടുകാരിയാണോ? ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന്, ഓർത്തഡോക്സ് സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ഇവർക്ക് പിന്തുണയായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഇവിടെ വന്നത്. സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ പിന്തുണയുമായി എത്തിയ ഒരാളെന്ന നിലയിൽ എന്താണ് ഇവരുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇവിടെ വന്ന് ആദ്യം ഇവിടുത്തെ മൈനിങ് നിർത്തുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചർച്ചയ്ക്കാണെങ്കിലും ഇവർ തയ്യാറാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എനിക്കും പറയാം. തീർച്ചയായിട്ടും, കാരണം നമ്മളെ കൈപിടിച്ച് ഉയർത്തി ഇവരുടെ പ്രശ്നം നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ആ മൈനിങ് മേഖല കണ്ടാലറിയാം, സാധാരണ ഭൂമിയിൽ നിന്നും താഴേക്കാണ് ഇവർ മൈൻ ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാ മണലും. അന്നേരം ഇവരുടെ ആവശ്യം സത്യമായിട്ടുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാന പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. തീർച്ചയായും നമുക്കിപ്പം താടിക്കാരുടെ ഒരു കൂട്ടം കൂടിയുണ്ട്. അവർ അല്പസമയം മുമ്പാണ് ഈ സമരവേദിയിൽ എത്തിയത്, സമരത്തിന് പിന്തുണയുമായി എത്തിയതാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ സമരത്തിന് പിന്തുണയുമായി എത്തിയതാണ്, ഇപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഇപ്പം എന്ത് കാര്യം എടുത്താലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആദ്യം പോസിറ്റീവ് ആയിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ വന്നത്, ഇപ്പം നെഗറ്റീവ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാതില്ല, അല്ലെങ്കിൽ ഇതിനെ ഒതുക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് ശ്രീജിത്തിൻ്റെ സമരം കണ്ടാണ്, ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടായ്മ കൂട്ടിയിട്ട് ഒരു ദിവസം കേരളത്തിലെ എല്ലാ ജനങ്ങളും എത്തിയതാണ്. പക്ഷേ അത് ഇപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ നിയമത്തിൻ്റെ വശത്തൂടെ ചെയ്തെങ്കിലും മാത്രമേ കാര്യമുള്ളൂ. കാരണം അത് സ്റ്റോപ്പ് ചെയ്യുക, കാരണം ചർച്ച ചെയ്തിട്ട് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും കേരളത്തിൽ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. കാരണം എനിക്കൊക്കെ തോന്നുന്നു അഭയ കൊലക്കേസൊക്കെ ഇപ്പോഴും നടക്കുന്ന കാര്യം, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ നാട്ടിൽ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നീതി ഉറപ്പിച്ചിട്ട് കരുനാഗപ്പള്ളി MLA ശ്രീ രാമചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ, മന്ത്രി പറഞ്ഞത് ചർച്ചയാണ്, സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. സമരസമിതി പറഞ്ഞത് ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട്, അവരെ ഒരുപാട് പല കാലത്തും പലരും വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച അവിടെയാണ് ഉണ്ടാവേണ്ടത്, അവിടെയാണ് സംഭവിക്കേണ്ടത്. ആ പ്രശ്ന കേന്ദ്രത്തിൽ ചർച്ച ഉണ്ടാവണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനു മുൻപ് ഖനനം നിർത്തിവെച്ച് ചർച്ച വേണം എന്ന നിലയിലാണ് അവർ ഇപ്പോൾ ഒരു ഡിമാൻഡ് എടുത്തിരിക്കുന്നത്, ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. ഹലോ, ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ പറഞ്ഞതിനോട് ഇപ്പോൾ സമരസമിതി പറയുന്നത് ആദ്യം ഖനനം നിർത്തിവെച്ചിട്ട് വേണം ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ്. സ്റ്റോപ്പ് മൈനിങ് എന്നുള്ളത് തന്നെയാണ് അവരുടെ വാദം. അല്ല, സ്റ്റോപ്പ് മൈനിങ് എന്നുള്ളത് അവരുടെ വാദം. ആ വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയുടെ കാര്യം എന്തോ? തൽക്കാലം അങ്ങനെയല്ല MLA, അവർ പറയുന്നത് തൽക്കാലത്തേക്ക് എനിക്ക് പറഞ്ഞത് മനസ്സിലായി. ഇതിനകത്ത് ഉപാധിരഹിതമായ ചർച്ചയ്ക്ക്
ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. സമരസമിതിയുടെ ഏത് നിലപാടും ചർച്ചയിൽ സ്വീകരിക്കാം. ഇപ്പോൾ സമരം നടത്തുന്ന സമിതിയുമായി ഒരു ചർച്ചയും നാളെ വരെ നടത്താനുള്ള ഒരവസരവും ഉണ്ടായിട്ടില്ല. മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് വേറെ ചർച്ചകളാണ്. അന്നത്തെ ഡിമാൻഡുകൾ വേറെയായിരുന്നു. ആ തരത്തിലുള്ള ചില അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഉണ്ടാക്കുന്ന ധാരണകൾ IRE മാനേജ്മെന്റാണ് ലംഘിച്ചിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിക്കുന്നത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. അത്തരം അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കത്തക്ക രീതിയിലുള്ള അവിടെ ആ സമരസമിതി പറയുന്നത് ശരിയല്ലേ? IRE എല്ലാ കാലത്തും ഇത്തരം ചർച്ചകളിൽ എടുത്തിട്ടുള്ള ധാരണകളെ ലംഘിച്ചിട്ടേ ഉള്ളൂ. അതിൽ MLA-ക്കും തർക്കമില്ല, മന്ത്രിക്കും രണ്ടഭിപ്രായമില്ല. സമരസമിതി പറയുന്നത് ശരിയാണ്. ആ ഒരു അനുഭവം IRE-യുടെ ഭാഗത്ത് നിന്ന് ആ നിഷേധമുള്ളതുകൊണ്ട് കരിമണൽ ഖനനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കൂ. ഈ ജനങ്ങളോട് അനുഭാവമുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് അവർ പറയുന്നെങ്കിൽ എന്താണ് തെറ്റ്? കാരണം ഒരു കാലത്തും ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാത്തവരാണ് IRE എന്നാണ് അവർ പറയുന്നത്. MLA-യും അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ എടുത്ത് ഒരു തീരുമാനവും നടപ്പാക്കാത്തവരാണ് IRE എന്ന് ഞാൻ പറഞ്ഞില്ല. വേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതുകൊണ്ടാണല്ലോ നിയമസഭാ സമിതിയും അത് കണ്ടെത്തിയത്. അതൊക്കെ ശരിയാണ്. അത് ഇവിടെ ഇപ്പോൾ സമരം തുടരുകയാണ്. ആ സമരം തുടർന്ന് അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുമ്പോൾ പിന്നെയും അവർ കീഴടങ്ങിക്കൊള്ളണം എന്ന ഭാഷ ശരിയല്ല. കീഴടങ്ങണമെന്ന് പറഞ്ഞു ഞാൻ അവർ കീഴടങ്ങണം, അവർ വഴങ്ങണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അവർ വഴങ്ങണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവർ സമരം തുടർന്നുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അവർക്കൂടെ സ്വീകാര്യമായ തീരുമാനവും ആ തീരുമാനം നടപ്പിലാകും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലല്ലേ സമരം അവസാനിക്കൂ. ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ IRE അങ്ങനെ വഴങ്ങുന്ന സ്ഥാപനമല്ല എന്ന് അവർ പറയുന്നു. MLA-യും ഇപ്പോൾ അത് ശരിവെച്ചു, മന്ത്രി പറഞ്ഞതിലും അതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ IRE-യെ പാഠം പഠിപ്പിക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തോട് അവർക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ആദ്യം അവർക്കത് തിരിച്ചറിയണമെങ്കിൽ തൽക്കാലത്തേക്ക് ഖനനം നിർത്തിവെച്ചൊരു വലിയ ചർച്ചയിലേക്ക് പോകൂ എന്ന് അവർ പറഞ്ഞാൽ തെറ്റുണ്ടോ? അത് അവരുടെ അഭിപ്രായം അവർ പറഞ്ഞുകൊള്ളട്ടെ. അല്ല, MLA-യുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. എന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ ഉപാധിരഹിതമായ ഒരു സമീപനം സ്വീകരിച്ച് ഒരു ദിവസം മുമ്പേ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. ചർച്ച എവിടെ ഉണ്ടാവണം? അതിൽ പോലും അവർക്കൊരു നിലപാടുണ്ട്. ചർച്ച തിരുവനന്തപുരത്തല്ല വേണ്ടത്, ആലപ്പാട്ട് വെച്ചാണെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ നിലപാടാണ്. അത്തരം നിലപാടുകൾ ഒരു സമരസമിതി സ്വീകരിക്കുന്നത് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെ MLA പിന്തുണയ്ക്കുന്നില്ല. ഈ സ്ഥലത്തിന്റെ കാര്യത്തിലൊക്കെ എന്ത് കാര്യത്തിനാണ് തർക്കിക്കുന്നത്? അതിന്റെ ഗുണം എന്താണ്? അല്ല, അതാണ് ശരി. അത് അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് ശ്രീ രാമചന്ദ്രൻ. അതായത് ഇതിനു മുമ്പും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ കാലത്തല്ല, ഈ സർക്കാരിൻ്റെ കാലത്തല്ല. കൈയൊഴിയാൻ നമ്മൾക്ക് എളുപ്പമാണ്. പക്ഷേ സർക്കാരുകളെല്ലാം തുടർച്ചയാണ്. എത്രയോ കാലങ്ങളിൽ എത്രയോ സംഭവങ്ങൾ നമ്മൾ പറയാറുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് പോകുന്ന ആളുകളെ ആക്ഷേപിക്കുകയാണ്, അവരെ വിലക്കെടുക്കുകയാണ്, അല്ലെങ്കിൽ കൈമടക്ക് കൊടുക്കുകയാണ്, സമരം ചെയ്യാൻ ആളില്ലാത്ത വിധം അതിനെ ദുർബലപ്പെടുത്തുകയാണ് പലപ്പോഴും ഈ ചർച്ചകളുടെ മറവിൽ നടന്നിട്ടുള്ളത്. ഒന്ന്. രണ്ട്, IRE എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും നടപ്പാക്കില്ല. ഇങ്ങനെ വരുന്ന തിരുവനന്തപുരത്തെ ചർച്ചയിൽ അവർക്ക് വിശ്വാസമില്ലാതായി. പൊതുസമൂഹത്തിൽ പബ്ലിക്കായി ചർച്ച നടക്കട്ടെ, സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിക്കുന്നു, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത വിധം സ്വതന്ത്രമായ ചർച്ച ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ ആഗ്രഹ പ്രകടനങ്ങളാണ്. അതൊന്നും പ്രായോഗികമായി നടത്തിയെടുക്കാൻ കഴിയുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു വാശി എടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് എന്ത് പ്രസക്തിയുള്ളത്? പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സഹായകരമായൊരു സമീപനം എല്ലാവരും സ്വീകരിക്കണം. ഈ രണ്ട് യാതൊരു കാര്യമില്ല. അതെ, ഇതിനിടയിൽ ഒരു ഇടപെടാൻ കഴിയുന്ന ഒരാളാണ് MLA. ആ നിലയിൽ താങ്കൾക്ക് എന്തു ചെയ്യാനാകും? ഇങ്ങനെ ഒരു കടുംപിടുത്തത്തോടെയാണ് മന്ത്രിയുടെ ചർച്ചയ്ക്കുള്ള സന്നദ്ധതയെ അവർ സ്വീകരിച്ചത്. അത് തന്നെ ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അടയുകയാണോ, ഇല്ലാതാക്കുകയാണോ? MLA-ക്ക് എന്തു ചെയ്യാനാകും? ചർച്ചയ്ക്കുള്ള അവസരം നഷ്ടപ്പെടാത്ത വിധത്തിൽ അവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ഒരു മേശയ്ക്ക് ചുറ്റും ബന്ധപ്പെട്ടവരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഈ വിഷയത്തിന് എത്രയും വേഗതയിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത്. എന്റെ ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു, വ്യവസായ മന്ത്രിയെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സമര പന്തലിൽ ചെന്ന് അവരെ കണ്ടിരുന്നു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. സർവ്വ മീഡിയയോടും ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എന്നെ സഹായകരമായ ഒരു സമീപനം തന്നെ ഞാൻ തുടർന്നും സ്വീകരിക്കും.
ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് എന്റെ മുമ്പിലുള്ള വിഷയം. നന്ദി ശ്രീ ആർ രാമചന്ദ്രൻ. MLA സംസാരിച്ചതിന് ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ അവരുടെ MLA ആണ് സംസാരിച്ചത്. ഈ ആലപ്പാട്ട് തന്നെ ഒരു ചർച്ച ഉണ്ടാകണം എന്നതിനോട് യോജിക്കാനാവില്ല, അത്തരം പിടിവാശികൾ നന്നല്ല എന്നാണ് MLA പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഖനനം നിർത്തിവെച്ചുകൊണ്ട് ചർച്ച വേണം എന്ന് പറയുന്നതിനോടും യോജിപ്പില്ല. തുറന്ന ചർച്ചയ്ക്കുള്ള ഒരു സമീപനം ഉണ്ടാവുകയാണ് വേണ്ടത്, സർക്കാർ അതിന് തയ്യാറാണ്, ഉപാധികളില്ലാതെ തന്നെയാണ് ചർച്ചയുണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ അവർ തയ്യാറാകുമോ? നമുക്ക് അത്തരമൊരു ചോദ്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കാരണം MLA പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത്തരമൊരു കടുംപിടുത്തത്തിലൂടെയല്ല പോകേണ്ടത്, ഇതൊരു പ്രശ്നപരിഹാരമാണ് വേണ്ടത് എന്ന കാര്യമാണ് MLA മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് അക്കാര്യത്തിൽ അവരുടെ നിലപാട് അവരോട് തന്നെ ചോദിക്കാം. ആർ രാമചന്ദ്രൻ MLA, കരുനാഗപ്പള്ളി MLA ഈ വിഷയത്തിൽ പറയുന്നത് ഇത്തരമൊരു കടുംപിടുത്തമല്ല വേണ്ടത്, ചർച്ചയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ആ ചർച്ചയ്ക്ക് സന്നദ്ധമാവുകയാണ്, എങ്കിലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നാണ്. കടുംപിടുത്തം ഞങ്ങളല്ല പിടിച്ചത്. കാരണം ഈ സമരം ഇന്ന് തുടങ്ങിയിട്ട് 73ാമത്തെ ദിവസമാകുന്നു. അപ്പോൾ കടുംപിടുത്തം നമ്മളായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും കാലത്ത് 5000യുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ജനകീയ നേതാക്കളും മന്ത്രിമാരും പങ്കെടുത്താണ് ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഈ ചർച്ചകളുടെ പ്രശ്നങ്ങൾ, അന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക്, ഇത്തരം ഒരു സ്റ്റോപ്പ് മൈനിങ് എന്നുള്ള മുദ്രാവാക്യത്തിൽ ഒരു പക്ഷേ നമ്മൾ പോകേണ്ടി വരുമായിരുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, IRA നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ആദ്യം അത് നിർത്തിവെക്കണം. നടത്തുന്ന ഖനനം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞത് കരയിൽ നടത്തിയാലും കടൽ തീരത്ത് സീവാഷിംഗ് നടത്തിയാലും ഇപ്പോഴത്തെ ഭൂമിയുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഇത് തികച്ചും അശാസ്ത്രീയമാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മുടെ കാഴ്ച നേരിൽ നമ്മൾ കാണുന്നു. അതെല്ലാം ഇപ്പോൾ സമരസമിതി നേതാക്കൾ പറയുന്നത് പോലുള്ള ഈ ആശങ്കാജനകമായ സാഹചര്യം, ശാസ്ത്രീയ പഠനങ്ങളെല്ലാം തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കടുംപിടുത്തങ്ങളാണോ വേണ്ടത് എന്ന ചോദ്യം ഉയരുകയാണ്. MLAയും ഉന്നയിച്ച ചോദ്യം അതാണ്. ഏതായാലും ഇതിനിടയിൽ അത്തരം കാര്യങ്ങളിൽ ഒരു നിലപാട് ഉരുത്തിരിഞ്ഞു വരികയും ചർച്ച മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.